Okay. Now, apart from Pelton turbine, we still have few more topics left in the first module. That is related to Francis turbine and Kaplan turbine. Both are reaction turbines. രണ്ടും reaction turbine കേസാണ്. നമ്മളിപ്പോൾ നോക്കി Pelton turbine was an impulse turbine. ഇത് reaction turbine ആണ്. Reaction turbine Kaplan turbine was a mixed flow turbine. Francis turbine എന്ന് പറഞ്ഞാൽ റേഡിയൽ ഫ്ലോ ടർബൈൻ ആണ്. ആ റേഡിയൽ ഫ്ലോ തന്നെ ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ ഉണ്ട്, ഔട്ട്വേർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ ഉണ്ട്. അതിന്റെ കേസസ് നോക്കാൻ. Okay. What we are going to do is, for the time being, നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ we'll go with the numericals of Pelton turbine. കാരണം Pelton turbine, Francis and Kaplan മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് few of the questions I had shown you. അതിൽ questions, that means numericals related to all the three kinds of turbines have been asked. Pelton turbine, Francis and Kaplan. All the three topics are coming in the numericals. But then almost we have had 12 to 13 hours. First module നമ്മൾ ഏകദേശം അത്രയും സമയം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. I'll just check it out. 1 second. Yes, ഇന്ന് 13th hour ആണ്. സോ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള hours എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ ഫസ്റ്റ് മോഡിൽ ഇവർക്ക് 9 hours ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 13 hours എടുത്തു. നമ്മളുടെ കോളേജ് സെന്റ് തോമസിന്റെ അക്കാഡമിക് കലണ്ടർ പ്രകാരം നമുക്ക് ഒരു മൊഡ്യൂൾ തീർക്കാനുള്ളത് 10 hour ആണ്. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള നമ്പർ ഓഫ് അവേഴ്സ്. ടെൽ മീ, ഞാനിപ്പോൾ എടുക്കുന്ന ഈ സ്പീഡ് കൂടുതലാണോ കുറവാണോ? കുറച്ചും കൂടി സ്പീഡിൽ പോകണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത്? ഇതേപോലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഫണ്ടമെന്റൽസ് എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഈ 13 hours ഈ പെൽട്ടൺ ടർബൈൻ വരെ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇത് രണ്ടും റിമൈനിങ് ആണ്. പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 75 to 80% പോർഷൻസ് തീർന്നു ഫസ്റ്റ് മോഡ്യൂളിൽ. ഫ്രാൻസിസും കപ്ലാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വി നോ, നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി ട്രയാങ്കിൾ വരുന്നത്, ആ കാര്യങ്ങൾ നമുക്കറിയാം. സോ ജസ്റ്റ് ആ ഫണ്ടമെന്റൽസ് ഒന്ന് പറഞ്ഞു പോയി ഡയറക്റ്റ് ന്യൂമറിക്കൽസ് ചെയ്യാനേ ഉള്ളൂ. സോ വിൽ ഡു വൺ തിങ്. നിങ്ങളെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഇന്ന് 25th, ഇന്ന് 26th, ഇന്നലെയായിരുന്നു ഫസ്റ്റ് മോഡ്യൂൾ തീരേണ്ട ഡേറ്റ്. സോ ഇന്ന് വി വിൽ ലുക്ക് at the numericals of Pelton turbine and we will finish off the first module for the time being. Okay, remaining ഈ ഫ്രാൻസിസിനെയും കപ്ലാനിനെയും ചെറിയ പോർഷൻസ് ഉള്ളത് towards the end we'll check it into it. അതുപോലെ else we'll keep a few special classes. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ക്ലാസ് എപ്പോഴെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് we'll complete Francis and Kaplan turbine. Okay, so ഇന്ന് നമുക്ക് numericals for Pelton turbine, we'll look into that and we'll finish off the first module. So I'll dictate a question. A question ഒന്ന് എഴുതിയെടുക്കാം. Okay. കേൾക്കുന്നുണ്ടോ? സർ. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്.
ഞാനൊരു ഇമേജ് ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. കാണുന്നുണ്ടത്? ആ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. I'll read out the question. Pelton wheel has a mean bucket speed of 10 meters per second with a jet of water flowing at the rate of 700 liters per second under a head of 30 meters. The buckets deflect the jet through an angle of 160 degrees. Calculate the power given by the water to the runner and the hydraulic efficiency of the turbine. Assume coefficient of velocity as 0.98. Coefficient of velocity as 0.98. Question എഴുതിയെടുത്തോ എല്ലാവരും? Yes, sir. Question എഴുതിയെടുത്തോ? Yes, sir. Okay. See, ആ ക്വസ്റ്റ്യനില് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്നൊരു സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്താന്നുള്ള ആദ്യം എക്സ്പ്ലെയിൻ. CV 0.98 കോഎഫിഷ്യന്റ് ആണ്, യൂണിറ്റ് ഇല്ല. എന്താണ് CV എന്ന് പറഞ്ഞാല്, CV എവിടെ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ വി ഹാവ് ഡിസ്കസ്ഡ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ഓർ റിലേഷൻസ് ഓർ ഇന്റേൺ ഡെറിവേഷൻസ് റിലേറ്റഡ് ടു പെൽട്ടൺ വീൽ അല്ലെ. ഡെറിവേഷൻസ് റിലേറ്റഡ് ടു ഫോഴ്സ് എക്സേർട്ടഡ്, വർക്ക് ഡൺ, പിന്നെ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, ഹൈഡ്രോളിക് എഫിഷ്യൻസി, മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി, കൈനറ്റിക് എനർജി, ഇങ്ങനത്തെ കുറെ ഡെറിവേഷൻസ് ചെയ്തു. അതിന്റെ ഫ്യൂ ഇക്വേഷൻസ് ഉണ്ട്, അതായത് ഫ്യൂ പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ വിത്ത് റെസ്പെക്ട് ടു പെൽട്ടൺ ടർബൈൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. We know that from velocity at inlet V1, ഇതിന്റെ ഇക്വേഷൻ നമ്മൾ 2gh എന്ന് പഠിച്ചിട്ടുണ്ട്. 2gh ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. In actual കേസിൽ ഇതിന്റെ ഇക്വേഷൻ എടുക്കേണ്ടത് CV multiplied by 2 root of 2gh. ഇവിടെ ഈ CV ആണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഈ CV ന്റെ വാല്യൂ യൂഷ്വലി 0.98 or 0.99 ആയിരിക്കും. ഓൾവേസ് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്ന ന്യൂമറിക്കൽ CV തന്നിട്ടുണ്ട്. അപ്പൊ ആ CV എവിടെ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? റൂട്ട് 2gh എന്ന ഐഡിയൽ കേസാണ് നമ്മൾ എടുത്തത്. ബട്ട് ഡെറിവേഷന്റെ സമയത്ത് ബട്ട് ആക്ച്വൽ കേസിൽ CV ഇൻറ്റു റൂട്ട് 2gh എന്ന് എടുക്കണം. ഇവിടെ H എന്താണ്? നെറ്റ് ഹെഡ് ആണ്. നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ആണ്. ദിസ് ഈസ് വൺ ഇക്വേഷൻ ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. സെക്കൻഡ് വൺ, വെലോസിറ്റി ഓഫ് വീൽ, പെൽട്ടൺ വീലിന്റെ വെലോസിറ്റി U is equal to pi dn by 16 നമ്മൾ എടുത്തിട്ടുള്ള അല്ലേ.
Yes, sir. Okay, 5dn by 16 എടുത്തിട്ടുണ്ട്. ഇത് യൂഷ്വൽ ഇക്വേഷൻ ആണ്. ഞാൻ സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇത് യൂഷ്വൽ ഇക്വേഷൻ ആണ്. ഈ യൂഷ്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഡി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡയമീറ്റർ ഓഫ് വീൽ ആണ് അല്ലെ. മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ ഓഫ് പെൽട്ടൺ വീലാണ്. ഈ ഡീനെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 60u/5n ഇക്വേഷൻ നമുക്ക് ഡി കണ്ടുപിടിക്കാം. യൂഷ്വലി നമ്മൾ യു അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് വീലിന് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം തന്നു വിചാരിക്കാം. സ്പീഡ് റേഷ്യോ ഓക്കെ ഇങ്ങനെ കിട്ടും. ഇത് പല നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. ചില ടെക്സ്റ്റിൽ 5 എന്ന് കൊടുത്തിട്ടുണ്ടാവും, ചില ടെക്സ്റ്റിൽ സൈ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും നൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെലോസിറ്റി ഓഫ് വീൽ യു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം. സ്പീഡ് റേഷ്യോ ഉള്ളതുകൊണ്ട് ഈ 5 മൾട്ടിപ്ലൈഡ് ബൈ 2gh എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ 5 അല്ലെങ്കിൽ സൈ ഇതിന്റെ യൂഷ്വൽ വാല്യൂസ് ഒന്നിക്കൽ 0.43 ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ റേഞ്ച് ആണ് 0.43 to 0.48 ആണ് ഇതിന്റെ റേഞ്ച് വരിക. സ്പീഡ് റേഷ്യോ എന്നുള്ള സാധനം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. നോർമലി യു കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ മതി. സ്പീഡ് റേഷ്യോ എന്നുള്ള സാധനം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ജെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ചില ക്വസ്റ്റ്യന്റെ ജെറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ജെറ്റ് റേഷ്യോ സ്മോൾ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സ്മോൾ എമ്മിനെ നമ്മൾ മാസമായിട്ട് കൊടുക്കാറുണ്ട്. ജെറ്റ് റേഷ്യോന് ടെക്സ്റ്റ് റെഫറൻസ് ടെക്സ്റ്റിൽ ഇറ്റ് വിൽ ബി ഗിവൺ ആസ് സ്മോൾ എം. ജെറ്റ് റേഷ്യോ സ്മോൾ എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. ക്യാപിറ്റൽ ഡി എന്താണ്? ഇതാണ് ക്യാപിറ്റൽ ഡി. അതെന്താണ്? മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ ഓഫ് പെൽട്ടൺ വീലാണ്. സ്മോൾ ഡി എന്താണ്? ഡയമീറ്റർ ഓഫ് ജെറ്റ് ആണ്. സ്ട്രൈക്ക് ചെയ്യുന്ന വെള്ളത്തിന്റെ ജെറ്റിന്റെ ഡയമീറ്റർ ആണ്. യൂഷ്വലി ഇതിന്റെ വാല്യൂ 12 ആയിരിക്കും. ഈ റേഷ്യോന്റെ വാല്യൂ സാധാരണഗതിയിൽ 12 ആണ് വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എടുക്കാം. ജെറ്റ് റേഷ്യോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്തോ കേട്ടോ. നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ എ റണ്ണർ. ഒരു പെൽട്ടൺ വീലിന്റെ മേലുള്ള നമ്പർ ഓഫ് ബക്കറ്റ്സ് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഒരു റണ്ണറിന്റെ മേലുള്ള നമ്പർ ഓഫ് ബക്കറ്റ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ is equal to 15 plus d divided by 2d. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 15 പ്ലസ് ഡി ബൈ ഡി എന്ന് പറഞ്ഞാൽ എം ആണ്, ബൈ 2, അതായത് 0.5 എം എന്ന് എഴുതാം. നമ്പർ ഓഫ് ബക്കറ്റ്സ് ആണ് റണ്ണർ. ഒന്നും കൂടി ഉണ്ട്, നമ്പർ ഓഫ് ജെറ്റ്സ്. നമ്പർ ഓഫ് ജെറ്റ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ ടർബൈൻ. അതിനാണ് ടോട്ടൽ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ ടർബൈൻ. ഈ വാല്യൂവിനെ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ എ സിംഗിൾ ജെറ്റ്.
ദിസ് വിൽ ഗിവ് യു നമ്പർ ഓഫ് ജെറ്റ്സ്. അതും ചില ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. നോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ? Yes, sir. Yes, sir. Now let us move on to the question. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. A Pelton wheel has a mean bucket speed of 10 meter per second. അപ്പൊ ആദ്യം തന്നെ ഒരു ന്യൂമറിക്കൽ കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് we have to write down all the given data. ഫസ്റ്റ് given data ഉണ്ട് എന്തൊക്കെയാണ്? ബക്കറ്റ് സ്പീഡ് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. ബക്കറ്റ് സ്പീഡ് എന്ന് പറയുന്നത് u1 അല്ലെങ്കിൽ u2 10 meter per second. First given data. With a jet of water flowing at the rate of 700 liters per second. Flow rate തന്നിട്ടുള്ളത്. ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്ചാർജ് ആണ് അല്ലേ? ഇതെല്ലാം നിങ്ങൾ മെക്കാനിക്സ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചതാണ്. ഡിസ്ചാർജിനെ ക്യൂനെ കൊണ്ട് നമ്മൾ നോട്ട് ചെയ്യണം. ക്യൂ അതാണ് 700 liters per second ആയിട്ട് തന്നിട്ടുള്ളത്. 700 liters per second നമുക്ക് എങ്ങനെ എഴുതാം? 0.7 meter cube per second എന്ന് എഴുതിക്കൂടെ അല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ 10⁻³ ചെയ്താൽ പോരെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ ലിറ്ററിന അല്ലേ? Under a head of 30 meters. So head തന്നിട്ടുണ്ട് 30 meters. ഇനി the buckets deflect the jet through an angle of 160 degree. അതായത് angle of deflection is given as 160 degree. ഈ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കിട്ടിയാൽ നമുക്ക് ആക്ച്വലി എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? ഫൈ എന്ന് പറഞ്ഞ ആംഗിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫൈ ബീറ്റ രണ്ട് ആംഗിൾസ് ഉണ്ട്, ഔട്ട്ലെറ്റ് വെലോസിറ്റി ആംഗിൾസ്. അതിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഫൈ ഇഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഇസ് ഗിവൺ. എങ്ങനെയാണെന്നുള്ള പറയാം. ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒറ്റയടി. Now you are supposed to calculate the power and the hydraulic efficiency, and the value of CV is also given 0.9. Okay. CV തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കാം? ഇതൊക്കെ ഗിവൺ വാല്യൂ. CV തന്നാൽ നമുക്ക് V1 കണ്ടുപിടിക്കാം. CV √2 × G × H. H ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചൂടെ? Yes, sir. Come on, tell me the value of V1. V1 ന്റെ വാല്യൂ പറ. പെട്ടെന്ന് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്ററിൽ വാല്യൂ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. പെട്ടെന്ന് പറ. Boys, CV 0.98 multiplied by root of 2 into G 0.98. Sorry, 9.81 multiplied by H 30. Value പറ. 23.77. Good. 23.77. യൂണിറ്റ് എന്നാ? ഇപ്പൊ ആരാ എന്നോട് ആൻസർ പറഞ്ഞേ? Sir. ആരാണ്? പേര് പറ. Vishnu. പേര് പറ. പേര്. Vishnu. വിഷ്ണു AP ആണോ വിഷ്ണു M ആണോ? AP. ഓക്കെ. വിഷ്ണു AP എന്ന ഇതിന്റെ യൂണിറ്റ് പറ. Meter per second. മീറ്റർ പെർ സെക്കൻഡ്. V1 നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി യൂസിങ് ദ റിലേഷൻസ്, ഒന്നിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പെൽട്ടൺ വീലിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്നുകിൽ നമ്മൾ ആ ഇക്വേഷൻസ് എല്ലാം നമ്മളെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ബൈഹാർട്ട് ചെയ്തെന്ന് ഞാൻ പറയില്ല. ഓരോ പെൽട്ടൺ ടർബൈന്റെ വെലോസിറ്റി ട്രയാങ്കിളും ഫ്രാൻസിസിന്റെയും കപ്ലാന്റെ എല്ലാം ഡിഫറെന്റ് ആണ്. ഒന്നിക്ക് ആ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ മനസ്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. V1 കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും പറയാം? ഡയറക്റ്റ് ഞാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ആ വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് വരാം.
ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതില് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരുന്നു എന്തെന്ന് V1. അതിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ U1 ആയിരുന്നു. ഈ ഡിസ്റ്റൻസ് എന്തായിരുന്നു? VR1 അല്ലെ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നെയാണ് VW1. ഇതാണ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരുന്നത്. ഓർമ്മയുണ്ടോ വെലോസിറ്റി ട്രയാങ്കിൾ? Yes, sir. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത്? VR1 എത്രയാണോ അതേ വാല്യൂലാണ് ഇവിടെ VR2 ഉണ്ടാവുന്നത്. ഇതേ VR1 ആണ് ഇവിടെ VR2 ആയിട്ട് ഉണ്ടാവുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട്. ഇത് VF1 ആയി, ഇത് VR2 ആയി. ഈ ആംഗിൾ ഫൈ ആയി, അത് ആംഗിൾ ഫൈ ആയി. ഇത് ഇങ്ങോട്ടുള്ള ഇതാണ് V2, റെഡ് ലൈൻ ആണ് V2. ഇത് U2 ആയി, ഇത് VW2 ആയി അല്ലേ? ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിലേക്കുള്ള ലൈൻ വരച്ചാൽ ഇതാണ് നമ്മളുടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇവിടെ 160 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത് 160 ഡിഗ്രി ആണെങ്കിൽ ഈ ഫൈന്റെ വാല്യൂ എത്രയാണ്? ഇതും പാരലാണ്, ഇത് രണ്ടും പാരൽ ലൈൻസ് ആണ്. സോ ഇങ്ങനെ വെച്ചാൽ ഈ ആംഗിൾ ഫൈ ഷുഡ് ബി ഈക്വൽ ടു ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ ആംഗിൾ ഈക്വൽ ആയിരിക്കണ്ടേ? സോ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 160 ഡിഗ്രി തന്നിട്ടെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് 160 ആണ്, 20 ഡിഗ്രി അല്ലേ? ഫൈന്റെ വാല്യൂ 20 ഡിഗ്രി. സോ നമുക്ക് ഇവിടെ V1 ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GS എന്ന ഇക്വേഷനിൽ 23.77 കിട്ടി. സോ V1 കിട്ടിയാൽ നമുക്ക് ഉടനടി എന്ത് കണ്ടുപിടിക്കാം? We can find out VR1. This is equal to V1 minus U1. U1 is equal to U2 is equal to U is equal to 10 meter per second. So 23.77 minus 10 ആണ് അല്ലേ? 13.77 meter per second ആണ് ഫസ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി VR1. ക്ലിയർ? Yes, sir. ഇനി V1ഉം VW1ഉം സെയിം ആണ്. സോ ഇവിടെ നമുക്ക് V1 is equal to VW1 is equal to 23.77 എഴുതാം. നമുക്ക് ശരിക്കും ഈ VW2 ഒക്കെ വേണം, എന്നാലും നമുക്ക് ഇക്വേഷനിൽ ഇടാൻ പറ്റും. ഇക്വേഷൻ ഓർമ്മയില്ല, ഫോഴ്സ് എക്സർട്ടിന്റെ ഇക്വേഷനിൽ തന്നെ ബ്രാക്കറ്റിൽ VW1 പ്ലസ് VW2 എന്നാണ്. ഇത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആണ്. ഇനി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിച്ചെടുക്കാം? നമുക്ക് VR2 എഴുതാം. VR2 should be equal to VR1. Should be equal to 13.77 meter per second. ഓരോ വാല്യൂവിനും യൂണിറ്റ് എഴുതണേ. VW2 കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? VR2 cos phi. അതാണ് ഈ ഡിസ്റ്റൻസ്. ഈ VR2 ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുന്നത്. ഈ VR2 ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുന്നതാണ് VR2 cos phi മൈനസ് U2. VR2 cos phi minus U2. VR2 വാല്യൂ അറിയാം, ഫൈന്റെ വാല്യൂ അറിയാം. This is equal to what? VR2 എന്ന് പറഞ്ഞാൽ 13.77 cos phi or 20 minus U2 എന്ന് പറഞ്ഞാൽ 10 ആണ്. വാല്യൂ ഓഫ് VW2 എത്ര പറ? What is the value of VW2? പറ കണ്ടുപിടിക്കും. What is the value of VW2? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? സർ 2.93. 2.93.
ഓക്കെ 2.9493 സംതിങ് വരൂല്ലേ? Sir. 2.94 meter per second. This is the value VW2. V2 കിട്ടി, VW2 കിട്ടി. ഇത് രണ്ടുപേരും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സോ VW2, VW1 അറിയാം. We have the value of V1 also. പിന്നെ യുവിന്റെ വാല്യൂ നമുക്കറിയാം. U is equal to 10 meter per second ആണ് നമുക്കറിയാം. So VW1 23.77. ഇനി ഈ ഫിഗറിന് ആവശ്യമില്ലല്ലോ, ഈ ഫിഗറിന് കാണിക്കുന്നത്. സോ V1 അറിയാം, VW2 അറിയാം. VW2 വാല്യൂ ഇതും കിട്ടി. U1 is equal to U2 is equal to U is equal to 10 meter per second ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എന്തായിട്ട് എടുക്കാം? വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ ബൈ ദ ജെറ്റ് പെർ സെക്കൻഡ് ഓൺ ദ റണ്ണർ. വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ റണ്ണർ എന്താണ്? ഈ ഇക്വേഷൻ നമുക്കറിയാം. റോ എ V1 multiplied by VW1 plus VW2 multiplied by U. ഇതിന്റെ ആൻസർ പറ. ആൻസർ പറ. ഇതില് VW1 നമുക്കറിയാം, VW2 നമുക്കറിയാം, VW നമുക്കറിയാം. റോന്റെ വാല്യൂ അറിയോ? റോന്റെ വാല്യൂ അറിയാം? രാഹുൽ, റോന്റെ വാല്യൂ എത്രയാ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റോ? വാട്ട് ഈസ് റോ? രാഹുൽ രാജീവ് ഇല്ല? രാഹുൽ രാജീവ് ഇല്ലേ? എത്ര പ്രാവശ്യം പേരിക്കണം രാഹുലെ? സർ രാഹുൽ രാജീവ് വിളിച്ചു. സർ അത് ഇതിന്റെ സൗണ്ട് കുറച്ച് കുറവ്, അപ്പൊ ഞാൻ കേട്ടില്ല. ശരി, വാട്ട് ഈസ് റോ? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതിന്റെ വാല്യൂ എത്രയാ? 1000. വെരി ഗുഡ്. റോന്റെ വാല്യൂ നമുക്കറിയാം. ഇത് 1000 VW1 അറിയാം, VW2 അറിയാം, U അറിയാം. വാട്ട് ഈസ് A, വാട്ട് ഈസ് V1? അതെങ്ങനെ കണ്ടുപിടിക്കുക? കേൾക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ പറ. തന്നിട്ടില്ലേ? ആരാ പറയുന്നത്? V1 തന്നിട്ടില്ലേ? 23.77. V1 തന്നിട്ടുണ്ട് 23.77. ഓക്കെ. എയോ? ഡയമീറ്റർ എടുക്കണം. ഡയമീറ്റർ തന്നിട്ടുണ്ടോ? U തന്ന ഇക്വേഷൻ. N തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? U is equal to pi dn by 60 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ D കിട്ടൂല. ഇവിടെയാണ്, ഇതാണ് കാരണം പറഞ്ഞത്. നിങ്ങൾക്ക് തലയിൽ നിങ്ങൾ ഒരു 5% പോലും ആലോചിക്കില്ല. അതിന്റെ കാര്യമില്ല. U is equal to pi dn by 60 എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഈ D എന്ന് പറഞ്ഞ ഡയമീറ്റർ ഓഫ് പെൽട്ടൺ വീലാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു 10 വട്ടം പറഞ്ഞു. A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ജെറ്റ് ആണ്. ഈ ഏരിയ ഓഫ് ജെറ്റും പെൽട്ടൺ വീലിന്റെ ഡയമീറ്റർ തമ്മിൽ എന്താ ബന്ധം? ഇത് π/4d² ആണ്. ഈ ഡിയും വ്യത്യാസമാണ്. അതുകൊണ്ട് U തന്നാലും N തന്നാലും ഒന്നും നമുക്ക് ഈ ഏരിയന്റെ D ഈക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുക?
സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസ്ചാർജ് ഉപയോഗിച്ചിട്ടാണ്. ആരാ പറയുന്ന ആൻസർ? നിങ്ങളൊന്ന് പേര് പറയണേ. ആസഫ്. മുഹമ്മദ് അസഫ്. ഓക്കെ, ഡിസ്ചാർജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? A1V1. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് എന്നൊരു വാല്യൂ വന്നിട്ടുണ്ട്, അത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചില്ല അല്ലെ? A1V1 - A2V2 നിങ്ങൾ പഠിച്ചിട്ടില്ല, ശരി. ഇവിടെ A1V1 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ചാർജ് സംഭവിക്കുന്നത് ഒരു എൻഡിൽ നിന്ന് മാത്രമാണ് അല്ലെ? നോസിലിന്റെ അറ്റത്ത്, പൈപ്പിന്റെ അറ്റത്ത് നോസിൽ ഉണ്ട്, നോസിലിന്റെ അൻഡിൽ കൂടെ ഇത് വരുന്നുണ്ട്, അവിടെ മാത്രമേ ഡിസ്ചാർജ് ഉള്ളൂ. സോ A1V1 A2V2 ഇതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ചാർജ് Q എന്തെടുത്താൽ മതി? നമ്മൾ ഏരിയ, ആ നോസിലിന്റെ പുറത്തേക്ക് വരുന്ന ആ ഏരിയ ഓഫ് ജെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ അതിനൊറ്റ വെലോസിറ്റി ഉള്ളൂ, V1 ആണ്. V1 എടുത്താൽ മതി. ഇത് A1V1 ഉണ്ട്, A2V2 ഉണ്ട്, അതൊന്നും ചിന്തിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം AV1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഡാറ്റയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എത്ര ഡിസ്ചാർജിന്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 0.7 m³/s അല്ലേ? Yes, sir. അപ്പൊ ഈ AV1 എന്നുള്ള ടോട്ടൽ വാല്യൂ തന്നെ 0.7 എടുത്താൽ മതി. നമ്മൾ അതിന് ഏരിയ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ? Now tell me the value of work done. Work done per second by the jet on the runner. ഇതിന്റെ വാല്യൂ പറ, ടോട്ടൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ. എത്ര വാല്യൂ പറ? $186,970. 186,970. യൂണിറ്റ് പറ. യൂണിറ്റ് പറ. ഞാൻ ഓരോ ദിവസം ഡെറിവേഷൻ എഴുതുമ്പോൾ ഓരോ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ടെർമിനോളജിന്റെ യൂണിറ്റ്സും കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. വാട്ട്സ്. ഓക്കെ, വാട്ട്സ് എന്ന് പറയുന്നത് ബേസിക്കലി ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അത് തന്നെയാണ് വാട്ട്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദിസ് മീൻസ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഗുഡ്. സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടിയാൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഫസ്റ്റ് റിക്വയർഡ് വാല്യൂ കണ്ടുപിടിക്കാം. പവർ ഗിവൺ ടു ദ ടർബൈൻ. ടർബൈനിലേക്ക് കൊടുക്കപ്പെടുന്ന പവർ എന്ത് ചെയ്താൽ മതി? ഈ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 ചെയ്താൽ നമുക്ക് കിലോ വാട്ട് വാല്യൂ കിട്ടും. 186.97 kilowatts. Our kilowatt electricity. First required value power. ഇനി എന്താ? ഇനി നമ്മുടെ രണ്ടാമത് കണ്ടുപിടിക്കാൻ ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഹൈഡ്രോളിക് എഫിഷ്യൻസി എങ്ങനെ നോക്കാം? ഇക്വേഷൻ പറ ഹൈഡ്രോളിക് എഫിഷ്യൻസിന്റെ. വാട്ട് വാസ് ദി ഇക്വേഷൻ? Into
V1 minus V. ആ ഇക്വേഷനിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണ് നമ്മളൊരു സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക്കിന്റെ ഡെറിവേഷൻ പഠിക്കുന്നതിന്റെ ആവശ്യം. 2 into V1 minus U multiplied by 1 plus cos phi multiplied by U divided by V1 square. എന്തിനാണ് ആ ഇക്വേഷനിലെല്ലാം പോകുന്നത്? നമ്മൾ ഈ ടാക്സിന്റെ ആദ്യത്തെ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെൽട്ടൺ ഡെർബൈന്റെ ഡെറിവേഷൻ തന്നെ. അതായത് ഫസ്റ്റ് ഈറ്റ എച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വി ഹാവ് കം ടു എൻ ഇക്വേഷൻ. That equation was based on VW1 and VW2. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡെറിവേഷനിൽ വി ഹാവ് ഫ്യൂ എന്താ പറയുക റിസൾട്ട്സ്. അതിൽ ഏത് റിസൾട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാൻ നോക്കട്ടെ. വി ഹാവ് എൻ ഇക്വേഷൻ. നമുക്ക് ആ ഈറ്റ എന്താ പറയുക ഹെച്ചിന്റെ ആദ്യത്തെ ഇക്വേഷൻ 2 into VW1 plus VW2 multiplied by U divided by V1 square. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇല്ലേ? ഓർമ്മയുണ്ടോ? Yes, sir. Yes, sir. VW1 ന്റെ വാല്യൂ അറിയാം, VW2 ന്റെ വാല്യൂ അറിയാം, V1 ന്റെ വാല്യൂ അറിയാം, U ന്റെ വാല്യൂ അറിയാം. ഫൈൻഡ് ഔട്ട് എത്ര? എത്ര പെർസെന്റേജ് എന്ന് പറയാം? എഫിഷ്യൻസി പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യാം. വെറും 94 ഡെസിമൽ പ്ലേസും കൂടി പറയാം. 94.54. വെരി ഗുഡ്. 94.54. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾ സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ആണ് ഓരോ. അത് ഈ ടർബൈന്റെ കേസിൽ മാത്രമല്ല, ഫ്രാൻസിസ്